ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 11 വർഷത്തെ പിണക്കം മറന്ന പെരുന്നയിലെ NSS വേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSSന്റെ പുത്രൻ എന്ന് രമേശ് ചെന്നിത്തലയെ ജി സുകുമാരൻ നായർ വിശേഷിപ്പിച്ചു. മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അർഹനായ ആൾ രമേശ് ചെന്നിത്തലയാണെന്നും കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിലല്ല രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. രമേശ് ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ശൈലിയിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. ഒരേ വേദിയിലല്ലേ ഇരിക്കുന്നത്. അവർക്ക് മാത്രമല്ല, എല്ലാ നായന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരുടെ കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. മന്ത്രി KB ഗണേഷ് കുമാറിനെയും NSSന്റെ പുത്രൻ എന്നാണ് ജി സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. ജി സുകുമാരൻ നായർക്ക് നന്ദി പറഞ്ഞായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി പ്രസംഗം. മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനത്തിനുള്ള അവസരം ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ്. ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ അഭയം നൽകിയത് NSS ആണെന്നും ആ ബന്ധം മുറിച്ചു മാറ്റാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ലെന്നും രമേശ് ചെന്നിത്തലയുടെ വൈകാരിക പ്രതികരണം. തികഞ്ഞ അഭിമാന ബോധത്തോടെയാണ് 148ാമത് മന്നം ജയന്തി ആഘോഷ പരിപാടികളിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. ഞാനിതെൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് NSS എന്ന് രമേശ് ചെന്നിത്തല 148ാമത് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പെരുന്നയിൽ പറഞ്ഞു. ടോബി ജോൺസൺ കൂടുതൽ വിവരങ്ങൾ നൽകും പെരുന്നയിൽ നിന്ന്. ടോബി, മന്നം ജയന്തി സമ്മേളനം ഇത്തവണ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ആകെ അത് അവിടേക്ക് സാഗൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് രമേശ് ചെന്നിത്തല അതിൻ്റെ ഉദ്ഘാടകനായി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇവൻ്റ് കൂടിയായി മാറി. പ്രസംഗവും ഏതാണ്ട് അതിനോട് ചേർന്ന് വയ്ക്കുന്നതായിരുന്നു ജി സുകുമാരൻ നായരുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ പ്രസംഗം. എന്താണ് നമ്മൾ ഈ പരിപാടി ആകെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? എത്ര വലിയ പ്രാധാന്യം ഈ രണ്ട് പ്രസംഗങ്ങൾക്കും ഉണ്ട്? വിജയകുമാർ, തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, PJ കുര്യൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഒരു വശത്ത്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള യുവ നേതാക്കൾ, ഇവരെല്ലാം ഈ സദസ്സിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രസംഗം സുകുമാരൻ നായർ നടത്തിയത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അതിന് മറുപടി നൽകിയത് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഈ ചർച്ച സജീവമായിരുന്നു. സാധാരണ ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒക്കെ നടക്കുമ്പോൾ അത്തരത്തിൽ പ്രസക്തമായിട്ടുള്ള ആളുകളെ ഇവിടേക്ക് ക്ഷണിക്കാറുണ്ട്, മുഖ്യപ്രഭാഷണത്തിനും അതുപോലെ തന്നെയുള്ള ഉദ്ഘാടനത്തിനുമൊക്കെ. എന്നാൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതോടുകൂടിയാണ് ഇത് വലിയ വാർത്താ പ്രാധാന്യമായത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. 11 വർഷം നീണ്ട അകൽച്ചയാണ്. അതായത് താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യം സുകുമാരൻ നായർ മുന്നോട്ട് വെച്ചതോടുകൂടിയാണ് ഒരു വലിയൊരു ആശയക്കുഴപ്പത്തിലേക്കും ഒരു അകൽച്ചയിലേക്ക് പോയത്. രമേശ് ചെന്നിത്തലയ്ക്ക് അന്നത്തെ സാഹചര്യത്തിൽ KPCC അധ്യക്ഷനായിട്ടിരുന്നപ്പോൾ അത് പൂർണ്ണമായിട്ട് അതിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല, അതിനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം വന്നു. എന്നാൽ 11 വർഷത്തെ ഇപ്പുറത്തേക്ക് എത്തി നിൽക്കുമ്പോൾ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. അതായത് NSSുമായി കൂടുതൽ അടുക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ അടുത്തിരിക്കുന്നു രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് വേദിയിൽ കാണാൻ സാധിച്ചത്. NSSന്റെ ഒരു പുത്രനാണ് രമേശ് ചെന്നിത്തല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു വെക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ സുകുമാരൻ നായരുടെ പക്കൽ നിന്നും അതുപോലെ തന്നെ NSSന്റെ ഭാഗത്തു നിന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്നു
എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എടുത്തു കാണേണ്ടത്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല തിരിച്ചു പറഞ്ഞ മറുപടികളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു ബ്രാൻഡ് അംബാസഡറാണ് സുകുമാരൻ നായർ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നതോടുകൂടി ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് ഈ വേദിയിൽ കാണാൻ സാധിച്ചത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു ചർച്ച വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു വശത്ത് വി ഡി സതീശനും അതുപോലെ തന്നെയുള്ളവരും ശക്തമായി ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ് പോലെ രമേശ് ചെന്നിത്തല വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി മറുചേരിയിൽ വരുന്നത്. അദ്ദേഹത്തിന് NSSന്റെയും SNDPയുടെയും ഒക്കെ പിന്തുണ ലഭിക്കുന്നു. ഒപ്പം തന്നെ ലീഗിൻ്റെ ഒരു പിന്തുണ കൂടി വരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കും ഈ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു സമ്മേളനത്തോടു കൂടി രമേശ് ചെന്നിത്തല കൂടുതൽ കരുത്തനായിരിക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയകുമാർ. യെസ്, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് പെരുന്നയിൽ നിന്ന്. എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നേതൃ ചർച്ചകളൊക്കെ ചേർത്ത് വെച്ചാണ് NSSന്റെ പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷ പരിപാടിയിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായതും അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം ജി സുകുമാരൻ നായർ അദ്ദേഹത്തെ NSSന്റെ പുത്രൻ എന്നൊക്കെ വിശേഷിപ്പിച്ചതുമൊക്കെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ടോബി പങ്കുവച്ചത് പെരുന്നയിൽ നിന്ന്. ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തെയും കടന്നാക്രമിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഇതര മതവിഭാഗങ്ങളിലെ നടപടിക്രമങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്കും ശിവഗിരി മഠത്തിനും ധൈര്യമുണ്ടോ എന്ന് സുകുമാരൻ നായർ ചോദിച്ചു. കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരം മാറ്റണമെന്ന് പറയാൻ ഇവർ ആരാണെന്നും NSS ജനറൽ സെക്രട്ടറിയുടെ ചോദ്യം. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ? ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശമല്ലേ? മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഓരോ ക്ഷേത്രങ്ങളുടെയും അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേലും ഉടുപ്പിട്ടില്ലേലും പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും പെരുന്നയിൽ നിന്ന്. മനീഷ്, ശിവഗിരിയിൽ തുടങ്ങിയ ചർച്ചയാണ്, അതിന് പെരുന്നയിൽ ഒരു മറുപടി ഉണ്ടാകും എന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു. ആ മറുപടിയാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ NSS ജനറൽ സെക്രട്ടറി ആക്രമിച്ചത് ശിവഗിരിയെയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. നേരത്തെ ഈ വിഷയത്തിൽ NSSന്റെ നിലപാട് എന്താണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മന്നം ജയന്തിയുടെ പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഈ വിഷയത്തിൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് എന്താണ് NSSന്റെ നിലപാട്, സർക്കാർ ഏത് വിധത്തിൽ പെരുമാറണം, ഒപ്പം തന്നെ ശിവഗിരി മഠത്തിന് ധൈര്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തങ്ങളുടെ നിലപാടുകൾ പറയുന്നു. നമ്പൂതിരിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഉടുപ്പ് ധരിക്കാതെ ക്ഷേത്രത്തിലേക്ക് കയറുന്ന അടക്കമുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൻ്റെ മേൽ മാത്രം ഇത്തരം വ്യാഖ്യാനങ്ങൾ? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ തന്നെ അവരുടേതായ ആചാരങ്ങളുണ്ട്. പക്ഷേ അവരുടെ ആചാരങ്ങൾക്ക് മേൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ വെക്കാനോ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്താനോ മുഖ്യമന്ത്രിക്കോ ശിവഗിരി മഠത്തിനോ ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. ഉടുപ്പ് മേൽമുണ്ട് ധരിച്ച് കയറുന്ന ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ധരിച്ച് തന്നെ കയറട്ടെ. ധരിക്കാതെ കയറേണ്ട ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ അങ്ങനെ കയറട്ടെ. ശിവഗിരി മഠത്തിൻ്റെ ക്ഷേത്രങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ഉടുപ്പ് ധരിച്ച് കയറുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ അങ്ങനെ കയറട്ടെ. എന്തിനാണ് ഹിന്ദു സമൂഹത്തിൻ്റെ മേൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ വെക്കുന്നതും ഈ രീതിയിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നതുമുള്ള പിടിവാശി എന്തിനാണുള്ളത്? അതിന് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനൊരു താക്കീത് കൊടുത്തുകൊണ്ട് തന്നെ ശിവഗിരി മഠത്തിനെയാണ് രൂക്ഷമായി വിമർശിക്കുന്നത്. ഇങ്ങനെ ഒരു ചർച്ച എന്തുകൊണ്ട് മാത്രമാണ് ഹിന്ദു സമൂഹത്തിൽ നടക്കുന്ന വിമർശനമുണ്ട്. ഒരു പക്ഷേ ഈ
മന്നം ജയന്തി പൊതുപരിപാടിയിൽ അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഹിന്റ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചുള്ള താക്കോൽ സ്ഥാനത്തിലേക്ക് നൽകുമോ എന്നതരത്തിലുള്ള ഹിന്റ് പ്രതീക്ഷിച്ചെങ്കിലും അത്തരത്തിലുള്ള പരാമർശം ജി സുകുമാരൻ നായരുടെ ഭാഗത്ത് ഉണ്ടായില്ല. ഉദ്ഘാടകനെ മാറ്റി അദ്ദേഹം രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായപ്പോൾ അദ്ദേഹം അത് വളരെ നന്നായി എന്ന ഒരു പരാമർശമുണ്ട്. അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. വാനോളം പുകഴ്ത്തിയെങ്കിലും പൊളിറ്റിക്കലായ ഒരു ഹിന്റ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ജി സുകുമാരൻ നായർ നൽകിയിട്ടില്ല എന്ന് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അത് സർക്കാരിനെയും ഒപ്പം തന്നെ ശിവഗിരി മഠത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുമുള്ളത്. ശരി മനീഷ്, എന്തായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശിവഗിരിയിൽ തുടങ്ങി അത് പെരുന്നയിൽ വന്നപ്പോൾ അതിന് മറുപടി ഉണ്ടായി. പക്ഷേ അത് അവിടെയും അവസാനിക്കുന്നില്ല. അതിലെ ചർച്ചകൾ തുടരുകയാണ്. അതിലെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഹിന്ദു വർഗീയതയെ വെള്ളപൂശുന്നതാണ് എന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അതേസമയം ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് പ്രവേശിക്കുന്നതിൽ എല്ലാ ദേവസ്വം ബോർഡുകളുമായി ആലോചിച്ചു മാത്രം തീരുമാനം എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം. ആ പ്രതികരണങ്ങളിലേക്ക് ഒരു മതരാഷ്ട്രം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ സനാതന ധർമ്മത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന RSSന്റെയും BJPയുടെയും ഉള്ളിലിരിക്കും. അത് അതേപോലെ തന്നെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ രാജ്യവ്യാപകമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനും സാധിക്കേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തികച്ചും കേരളം അംഗീകരിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യ അംഗീകരിക്കേണ്ടുന്ന സാംസ്കാരിക ദർശനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ള. ആധികാരികമായ അഭിപ്രായം പറയണമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായി പറയാൻ കഴിയില്ല. കേരളത്തിലെ ഏതാണ്ടൊരു 4-5 ദേവസ്വം ബോർഡുകളുണ്ട്. എല്ലാവരും ചർച്ച ചെയ്ത് വൈദികന്മാരുമായും ശ്രേഷ്ഠന്മാരുമായും മറ്റെല്ലാ വിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത് ഉചിതമായൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കും. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താ മഴ കടക്കുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. അനിൽ അംബാനിയുടെ പൊളിഞ്ഞ കമ്പനിയിൽ KFC നിക്ഷേപിച്ചത് 60 കോടി രൂപയെന്നാണ് ആരോപണം. ആരോപണങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് തെളിവ് ഹാജരാക്കട്ടെ എന്നായിരുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ മറുപടി. അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എല്ലാ ചട്ടങ്ങളും മറികടന്ന് പണം നിക്ഷേപിച്ചു എന്നതാണ് ആരോപണം. 60 കോടി 80 ലക്ഷം രൂപയാണ് 2018 നിക്ഷേപിച്ചത്. കമ്പനി ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലത്തായിരുന്നു ഇത്. 2019 കമ്പനി അടച്ചുപൂട്ടി. 2018, 19, 2019, 20 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ വാർഷിക റിപ്പോർട്ടിൽ ഈ കമ്പനിയുടെ പേര് പോലും പറഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. 2019 ഈ കമ്പനി പൂട്ടി, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും. ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. 7 കോടി 9 ലക്ഷം രൂപ കിട്ടിയ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡുമായി നടത്തിയ ഈ നിക്ഷേപത്തിന്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു. കമ്പനി അടച്ചുപൂട്ടിയതിന് പിന്നാലെ 7 കോടി 9 ലക്ഷം രൂപ കിട്ടി. പലിശ അടക്കം കിട്ടേണ്ട 101 കോടി രൂപ നഷ്ടപ്പെട്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപണം തെളിയിക്കട്ടെ എന്ന് അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ മറുപടി. 17% ക്യാപിറ്റൽ അഡ്വക്കസി ഉണ്ടാവുക, 12,000 കോടി രൂപ നിക്ഷേപമായിട്ടുണ്ടാവുക, AA ക്രെഡിറ്റ് റേറ്റിംഗ് പ്ലസ് ഉണ്ടാവുക. അങ്ങനൊരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയാണ് അഴിമതിയായിട്ട് മാറുന്നത്? ആരോപണം സർക്കാർ അന്വേഷിക്കട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ചെറുകിട നിക്ഷേപകരെ സഹായിക്കാൻ ആരംഭിച്ച KFCയെ സംബന്ധിച്ച ആരോപണത്തിന് വരും ദിവസങ്ങളിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് മാത്യു കുഴൽനാടൻ MLA. ബംഗളൂരു കമ്മീഷണറേറ്റ് ടാക്സിൽ നിന്ന് കിട്ടിയ വിവരാവകാശ രേഖ മുൻനിർത്തിയാണ് മാത്യു കുഴൽനാടന്റെ ഈ ആരോപണം. CMRL നിന്ന് എക്സാലോജിക്കിലേക്ക് പോയ പണം അഴിമതി പണമെന്നായിരുന്നു SFIO കോടതിയെ അറിയിച്ചത്. 1.72 കോടി രൂപയിൽ GSTക്ക് മുൻപ് എത്ര രൂപ വീണയ്ക്ക് ലഭിച്ചു എന്ന് അന്വേഷിക്കണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. വീണയ്ക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നത് വരുന്നതോടുകൂടി ഈ 1,72 ലക്ഷം രൂപയ്ക്ക് നികുതി അടച്ചിട്ടില്ല എന്നും ഇത് അങ്ങനത്തെ ഒരു സേവനമായിരുന്നില്ല എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യുക എന്നത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഈ വിഷയം അപഗ്രഥിച്ച് മാധ്യമങ്ങളടക്കം
കലൂർ സ്റ്റേഡിയത്തിൽ അന്വേഷണ സംഘം മൊഴിയെടുക്കാനിരിക്കെ നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക്. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് നിലപാടെടുത്തിരുന്നു. സംഘാടകരായ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച പോലീസ് അപകടത്തിൽ GCDAക്ക് വിശദീകരണം തേടി നോട്ടീസും നൽകി. ഗിന്നസ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയത് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയായിരുന്നു. സംഘാടകരുടെ മൊഴിയെടുത്ത ശേഷം ദിവ്യ ഉണ്ണി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്ന നിലപാടിലായിരുന്നു പോലീസ്. എന്നാൽ മൊഴി രേഖപ്പെടുത്തും മുൻപേ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ ദിവ്യ ഉണ്ണിയെ വിളിപ്പിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്ക് പല റോൾസ് ഉണ്ടാകും. GCDAയുടെ നിബന്ധനകൾ പാലിച്ചോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പരിപാടിക്കായി കുട്ടികളിൽ നിന്ന് പണം പിരിച്ചതിലടക്കം ക്രമക്കേടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൃദംഗവിഷൻ MD നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. കമ്പനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നികോഷ് കുമാർ. 24 കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടി വേദിയിൽ നിന്ന് ഉമാ തോമസ് MLA താഴേക്ക് വീഴുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഒരാൾക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത വേദിയാണ് സ്റ്റേഡിയത്തിൽ സംഘാടകർ ഒരുക്കിയതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ആശുപത്രിയിൽ തുടർന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. സംഘാടകരുടെ വീഴ്ച വെളിവാക്കുന്നതാണ് ദൃശ്യം. വേദിയിലേക്ക് കയറി വന്ന MLA ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. തുടർന്ന് നടനും മൃദംഗവിഷൻ രക്ഷാധികാരിയുമായ സിജോയ് വർഗീസിന്റെ ആവശ്യപ്രകാരം ഇരിപ്പിടം മാറുന്നു. മറ്റൊരു ഇരിപ്പിടത്തിലേക്ക് നടക്കുന്നതിനിടെയാണ് കാൽവഴുതി താഴേക്ക് വീണത്. നടന്നു നീങ്ങാനുള്ള സ്ഥലം പോലും വേദിയിലില്ല. അപകടം നടക്കുമ്പോൾ മന്ത്രി സജി ചെറിയാനും ADGP S ശ്രീജിത്തും കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യയും വേദിയിലുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ്. പുള്ളി തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത്. ഇന്നും ഒരു 60 to 70% മാഡം തന്നെത്താനെയാണ് റെസ്പിറേഷൻ എടുക്കുന്നത്. നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രാർത്ഥനയോടെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും കുടുംബത്തിന്റെ നന്ദി. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. 24 കൊച്ചി. കൊച്ചിയിലെ ഫ്ലവർ ഷോയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം. ഫ്ലവർ ഷോ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് നടപടി. ഇന്നലെ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ് ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. അപകട വിവരം സംഘാടകരെ അറിയിച്ചെങ്കിലും സഹായിച്ചില്ല എന്ന് പരിക്കേറ്റ ബിന്ദു ആരോപിച്ചു. അവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഇതുണ്ടായിരുന്നു. ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. നടന്നു പോണ ആ കാർപ്പറ്റിൻ്റെ മുകളിൽ വെറുതെ ഇട്ടേക്കായിരുന്നു. അതിൽ തട്ടി ബാക്കിലേക്ക് വൈഫ് വീണെന്ന് പറഞ്ഞാൽ ശരിക്കും എടുത്തടിച്ച പോലെ മലന്നാണ് വീണ്. കൈ കുത്തിയിട്ട് കൈയുടെ റിസ്റ്റ് ഭാഗം വട്ടം ഒടിഞ്ഞു പോയി. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്നവരെല്ലാവരും കൂടി പൊക്കിയിട്ട് ഒരു ഗേറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു. എന്തൊക്കെ എത്താനായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡും ഇല്ല, ആംബുലൻസ് ഇല്ല, ഒന്നുമില്ല. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഫ്ലവർ ഷോ തുടരുകയാണ്. ഇപ്പോഴും നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ നോട്ടീസ് അതിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്കും കിട്ടിയിട്ടുണ്ട്. അത് ഫ്ലവർ ഷോ സംഘാടകർക്ക് മാത്രം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അശ്വിൻ? എന്തായാലും അവർ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൽ ഗുരുതരമായ പരിക്കാണ് ഈ വീട്ടമ്മയ്ക്ക് ഏറ്റിരിക്കുന്നത്. അവരുടെ ഒരു കൈ പൂർണ്ണമായി ഒടിഞ്ഞു, ഒപ്പം മുഖത്തടക്കം പരിക്കുണ്ട്. അല്പസമയം മുമ്പ് അവരുടെ ബന്ധുക്കളെ വിളിച്ചപ്പോൾ അവിടെ ഓപ്പറേഷന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്, ICUവിലാണ്, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ ഇന്ന് രാവിലെയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്, ആളുകൾ വന്നു പോകുന്നുണ്ട്, അകത്ത് വിപുലമായ രീതിയിൽ പരിപാടിയും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടും അതിനെ കൂസാതെ വലിയ തോതിലുള്ള ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇപ്പോഴും അകത്തേക്ക് കയറ്റുന്നുമുണ്ട്. ഇന്നലെ ഈ അപകടത്തിൻ്റെ വിവരങ്ങളിലേക്ക് വന്നാൽ ഇതിൻ്റെ പവലിയനുണ്ട്. ആ പവലിയനിൽ
വെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നു. അത് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതിലേക്ക് പോകാൻ. ഈ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അത് നടന്നു പോവുകയാണ്. ഈ പവലിയൻ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയും ഈ വീട്ടമ്മ താഴേക്ക് വീഴുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് കൈ ഒടിയുന്നത്. എന്തായാലും ഈ സ്റ്റോപ്പ് മെമ്മോയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല, എത്രയും വേഗം ഇത് സ്റ്റോപ്പ് മെമ്മോ കിട്ടിയ അടിസ്ഥാനത്തിൽ ഇത് നിർത്തിവെക്കണം എന്നുള്ള നിർദ്ദേശം അതിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ സൂപ്രണ്ട്, കൊച്ചി നഗരസഭയുടെ സൂപ്രണ്ട് ഒപ്പിട്ട് നൽകിയ സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടും അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടുമാണ് ഇപ്പോഴും ഈ ഫ്ലവർ ഷോ ഇതേ രീതിയിൽ നടക്കുന്നത്. എന്തായാലും അധികൃതർ അതിനെ കുസാതെ മുന്നോട്ട് പോവുകയുമാണ്. വിജയകുമാർ. എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. അതിൻ്റെ വിവരങ്ങളൊക്കെ സംഘാടകരെ അറിയിച്ചതാണ്. GCDയുടെ സഹകരണത്തോടെയാണ് ഈ പരിപാടി നടക്കുന്നത്. പക്ഷേ അത് നിർത്തിവെച്ചിട്ടില്ല, ഇന്ന് തീരുകയാണ്. അപ്പോൾ അവസാന ദിവസം അത് ഈ നോട്ടീസ് മൂലം അത് നിർത്തിവെക്കില്ല, തുടരുമെന്ന് സംഘാടകർ അറിയിക്കുന്നു. അവർക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നാണ് വിശദീകരണം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധൂകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect and defend the Constitution of India and the law, and that I will devote myself to the service and well-being of the people of Kerala. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പത്നി അനഘ അർലേക്കറിനൊപ്പം കേരളീയ വേഷം ധരിച്ചാണ് രാജേന്ദ്ര അർലേക്കർ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രാഷ്ട്രപതിയുടെ നിയമന ഉത്തരവ് വായിച്ചു. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ളവർ പുതിയ ഗവർണറെ അനുമോദിച്ചു. മന്ത്രിമാരെയും സ്പീക്കറെയും മുഖ്യമന്ത്രി ഗവർണർക്ക് പരിചയപ്പെടുത്തി. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഗവർണർക്ക് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലുള്ളപ്പോൾ ഉണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുക്കാതെ പുതിയ ഗവർണറോട് മുൻവിധിയില്ലാത്ത സമീപനം സ്വീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. RSS പശ്ചാത്തലമുള്ള കേരളത്തിലെ ആദ്യ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗോവ BJPയുടെ ജനപ്രിയ മുഖങ്ങളിൽ പ്രധാനിയായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അടിമുടി RSSകാരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJP കേന്ദ്ര നേതൃത്വവുമായും അടുത്ത ബന്ധം. ഗോവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിച്ചിരുന്ന നേതാവ്. ആരിഫ് മുഹമ്മദ് ഖാന് പകരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ഗവർണർ സ്ഥാനത്തിലിരുത്തുന്നതിലൂടെ കേന്ദ്ര സംസ്ഥാന പോര് പുതിയ തലത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളേറെ. ജനസംഘം നേതാവായിരുന്ന പിതാവ് വിശ്വനാഥ് ആർലേക്കറിന്റെ പാത പിന്തുടർന്ന രാഷ്ട്രീയത്തിൽ. ബാല്യം മുതൽ RSSനൊപ്പം. 1988 BJPയിൽ. 2000-2006 കാലയളവിൽ ഗോവ BJP സംസ്ഥാന അധ്യക്ഷൻ. ഗോവയിൽ BJPക്ക് അടിത്തറപ്പാകുന്നതിൽ മനോഹർ പരീക്കറിനൊപ്പം നിർണായക പങ്ക് വഹിച്ചു. 2 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്പീക്കർ പദവിയും വനം പരിസ്ഥിതി മന്ത്രി പദവിയും വഹിച്ചു. 1ാം മോദി സർക്കാരിൽ മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയായപ്പോൾ ഗോവ മുഖ്യമന്ത്രി കസേരയിലേക്ക് പരിഗണിച്ച പ്രധാന പേരുകളിലൊന്ന് ആർലേക്കറിൻ്റെതായിരുന്നു. പിന്നീട് ഹിമാചൽ ബീഹാർ ഗവർണർ സ്ഥാനം വഹിച്ചു. ഗോവയിലെ ക്രിസ്തീയ വിഭാഗങ്ങളുമായി അടുത്ത ബന്ധമാണ് ആർലേക്കറിന്. കേരളത്തിൽ നിലയുറപ്പിക്കാനുള്ള BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപടികൾക്ക് ആർലേക്കറിന്റെ വരവ് എത്രമേൽ സഹായകമാകുമെന്ന് കാത്തിരുന്നു കാണണം. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ. തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ തയ്യാറാണ് എന്ന് ഇറാൻ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അച്യുതൻ, ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി എന്തെങ്കിലും നിലപാട് അല്ലെങ്കിൽ എന്തെങ്കിലും സമീപനം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചപ്പോഴാണോ ഇറാൻ ഇക്കാര്യം അറിയിച്ചത്, അതോ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു? എന്താണ് ആ പശ്ചാത്തലം?
വിജയകുമാർ, ഇറാന്റെ വിദേശകാര്യ ഉപമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യൻ സന്ദർശനത്തിനിടയിലാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിക്ക് നൽകിയ ഒരു പ്രതികരണത്തിൽ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യമെന്നുള്ളത് നിമിഷപ്രിയയുടെ മോചനത്തിനായി അതിനായി ഇടപെടാൻ ഇറാൻ തയ്യാറാണ് എന്ന കാര്യമാണ് അറിയിക്കുന്നത്. അതിൽ പറയുന്നൊരു കാരണം മാനുഷിക പരിഗണന അത് കണക്കിലെടുത്തുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തുവാൻ ഇറാൻ തയ്യാറാണെന്നാണ് ഇറാന്റെ ഈ പര്യടനവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകുന്നത്. അത് ഒരു മാസത്തിനകം നടപ്പാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇതിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരുന്നത് സാധ്യമാകുന്ന സഹായമെല്ലാം നൽകുന്നുണ്ട് എന്നത് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ കൂടി ഇതിനൊരു പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇറാനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് ഇറാന്റെ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വിജയകുമാർ. യമനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇറാന്റെ ഇടപെടൽ എന്നത് നിർണായകമാണ്. അപ്പോൾ ഇറാൻ അതിൽ അവരെ കൊണ്ട് കഴിയുന്ന സഹായം നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവായ ഒരു ഇടപെടലായി വിലയിരുത്താൻ കഴിയും. ഇറാനും ആ മേഖലയിൽ സ്വാധീനമുണ്ട്. അവിടുത്തെ ഭരണകൂടവുമായി ഇടപെടാനുള്ള സാഹചര്യവും ഇറാനുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് പ്രഖ്യാപനം വാഗ്ദാനം നിർണായകമാണ്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കണ്ണൂർ വളക്കയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവറുടെ വാദങ്ങൾ തള്ളി മോട്ടോർ വാഹന വകുപ്പ്. ബസിന്റെ ബ്രേക്കിന് തകരാറില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഡ്രൈവർ നിസാമുദ്ദീനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. സംസ്ഥാന പാതയിലേക്കുള്ള ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നായിരുന്നു ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ വാഹനത്തിന് സാങ്കേതിക തകരാറുകൾ ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. അപകടത്തിന് ശേഷവും ബ്രേക്ക് കൃത്യമായി പമ്പ് ചെയ്തു. എഞ്ചിനും മറ്റ് തകരാറുകളില്ല. വാഹനത്തിന് കാലപ്പഴക്കമുണ്ടെങ്കിലും അത് അപകടത്തിന് കാരണമായിട്ടില്ലെന്ന് പരിശോധന സ്ഥിരീകരിച്ചു. ബസ്സിനൊരു തകരാറുമുണ്ടായിട്ടില്ലെന്ന് ചിന്മയ സ്കൂൾ പ്രിൻസിപ്പലും പ്രതികരിച്ചു. ഒന്നും അതിന് യാതൊരു ഇതുമില്ല. ഇപ്പം 29-ാം തീയതി ഫിറ്റ്നസ് കഴിയുമ്പോൾ ഞങ്ങൾ തളിപ്പറമ്പിലെ 3 ബസ്സും ഈ കുറുമാത്തൂരിലെ ഈ ഒരു വണ്ടിയും കൂടിയാണ് കൊണ്ടുപോയിരുന്നത്. എന്നിട്ട് സീറ്റിന്റെ കവറുകളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. പെയിന്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഏതായാലും ഏപ്രിൽ മാസം വരെ ഇപ്പം ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. ബസ് ഓടിക്കുമ്പോൾ നിസാമുദ്ദീൻ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന സംശയം ബലപ്പെടുകയാണ്. അപകട സമയത്ത് ഇയാൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടുവെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ വ്യക്തത വരുത്താനായി മോട്ടോർ വാഹന വകുപ്പ് സൈബർ പോലീസിന് സഹായം തേടിയിട്ടുണ്ട്. നിസാമുദ്ദീനെ മെഡിക്കൽ പരിശോധനയ്ക്കും പോലീസ് വിധേയമാക്കും. 24 കണ്ണൂർ. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇത്തവണയും ഇരുട്ടടി. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 40,000 രൂപ അധികമായി നൽകണം. 1,25,000 രൂപയാണ് കരിപ്പൂരിൽ നിന്നുള്ള യാത്രാ നിരക്ക്. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളം വഴി പോകുന്ന തീർത്ഥാടകർക്ക് ഇത്തവണയും കൈപ്പൊള്ളും. കൊച്ചിയിൽ നിന്ന് 86,000 രൂപയും കണ്ണൂരിൽ നിന്ന് 87,000 രൂപയും നിരക്കുള്ളപ്പോൾ കരിപ്പൂരിൽ നിന്ന് ഈടാക്കുന്നത് 1,25,000 രൂപ. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപ അധികമായി നൽകണം. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോകുന്നതും കരിപ്പൂർ വഴിയാണ്. 5,755 പേർ. കണ്ണൂരിൽ നിന്ന് 4,026 പേരും കൊച്ചിയിൽ നിന്ന് 5,422 പേരുമാണ് ഹജ്ജിനായി പോകുന്നത്. കരിപ്പൂരിൽ നിന്നുള്ള 2024 ഹജ്ജ് യാത്രാ നിരക്ക് 1,65,000 രൂപയായിരുന്നു ആദ്യം. നിരക്ക് കുറക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 1,27,000 ആക്കിയിരുന്നു. സ്വകാര്യ ഏജൻസിയിൽ ലക്ഷങ്ങൾ കൊടുത്ത് ഹജ്ജിന് പോകാൻ ശേഷിയില്ലാത്തവരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ ആശ്രയിക്കുന്നത്. സമീർ ബിൻ കരീം, 24 തിരൂർ. ഈ വാർത്തയ്ക്ക് പിന്നാലെ ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കണം എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഇതിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ്? മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച ഒരു നിവേദനം അദ്ദേഹം ഇതിനോടകം കൈമാറിയിട്ടുണ്ട് എന്ന് കരുതാമോ?
കാര്യം മലബാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹാജിമാർ പോകുന്നത്. പ്രത്യേകിച്ചും ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നത് സാധാരണക്കാരായ ഹാജിമാരാണ്, വിശ്വാസികളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് മലപ്പുറത്ത് നിന്നാണ്, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ്, കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നുള്ളവർ പോകുന്നത്. അവരാണ് ഇത്രയും വലിയ തുക നൽകേണ്ടി വരുന്നത്. എയർ ഇന്ത്യ യഥാർത്ഥത്തിൽ ഹാജിമാരോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് എന്നുള്ളതാണ് വസ്തുത. ഈ 24ന്റെ ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് അദ്ദേഹം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം, അതായത് കേന്ദ്ര വ്യോമയാന മന്ത്രിക്കുൾപ്പെടെ നേരിട്ട് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അടിയന്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഇടപെടാമെന്ന് കാന്തപുരത്തിന് ഉറപ്പ് നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരന്തരമായി എല്ലാ വർഷവും കരിപ്പൂരിൽ നിന്നും വിമാന ചാർജ് കൂട്ടിവെക്കുന്ന ഒരു പതിവ് രീതിയുണ്ട്. അത് സാധാരണക്കാരെയാണ് ബാധിക്കുന്നത്. ആ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടിൽ മാറ്റമുണ്ടാകണമെന്ന ആവശ്യമാണ് പൊതുവിൽ വരുന്നത്. ഏതായാലും 24 ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ നിരവധി കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അല്പം മുൻപ് ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹവും ഈ വിഷയത്തിൽ വിശദമായ ഒരു പ്രതികരണത്തിന് അല്പസമയത്തിനകം തയ്യാറാകുമെന്നാണ് അറിയിച്ചത്. അദ്ദേഹം കേന്ദ്ര വ്യോമയാന മന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര ഹജ്ജ് വകുപ്പിനും ഇത്തരത്തിൽ കത്തെഴുതാൻ പോകുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ ഹജ്ജ് ചുമതലയുള്ള മന്ത്രി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ഇടപെടൽ ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങൾ ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. കാന്തപുരം അതിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അടക്കം അവരൊക്കെ ഇടപെടിച്ച് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ അറിയിച്ചു എന്നാണ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉംറ തീർത്ഥാടകനെ മർദ്ദിച്ചെന്ന് പരാതി. ടോൾ ജീവനക്കാരാണ് മർദ്ദിച്ചത്. മലപ്പുറം വെള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. വിപിൻ, എന്താണ് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, ഈ കരിപ്പൂരിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വലിയ വിമർശനങ്ങളും പരാതികളൊക്കെ ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ ഉംറ തീർത്ഥാടകനായിട്ടുള്ള വള്ളുവമ്പ്രം സ്വദേശി റാഫിദിന് മർദ്ദനമേറ്റു എന്നുള്ളതാണ് ഈ പരാതി. കാരണം ഉമ്മയും അതുപോലെ തന്നെ റാഫിദും ഉംറ കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ സഹോദരനാണ് കൂട്ടാൻ വേണ്ടി കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അരമണിക്കൂറാണെങ്കിൽ 40 രൂപയും അതിനുശേഷമാണെങ്കിൽ പിന്നീട് 40-നേക്കാൾ കൂടുതൽ തുകയും കൊടുക്കുക എന്നുള്ളതാണ് ഈ ടോളിൻ്റെ ഒരു രീതിയുള്ളത്. എന്നാൽ ഈ തുക 40-ലേറെ തുക ചോദിക്കുകയായിരുന്നു. അപ്പോൾ അത് ചോദ്യം ചെയ്തതാണ് ഈ മർദ്ദനത്തിലേക്ക് എത്തിയത്. അവർ ഒരു 6 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കരാർ ജീവനക്കാർ എത്തുകയും ഈ വാഹനത്തിലേക്ക് അടിക്കുകയും റാഫിദിനെ പുറത്തേക്ക് ഇറങ്ങി മർദ്ദിച്ചു എന്നുള്ളതാണ്. റാഫിദിന്റെ ദേഹത്താണെങ്കിൽ അടിയേറ്റതിന്റെയൊക്കെ പാടുകളുമുണ്ട്. അങ്ങനെ കുന്നുമ്മൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. അപ്പോൾ വലിയ പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ ഒരു ചോദ്യം ചെയ്തതിന്, അതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചതിന് 6 പേർ ചേർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുള്ളത്. ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരം പരാതികൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ ഈ പരാതി വന്നതിന് ശേഷം പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും പരാതി ഇപ്പോൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് റാഫിദും കുടുംബവും പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചും വിളിക്കുകയും ഇതിന്റെ എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരാതി എഴുതി നൽകുന്നതിനും ഒക്കെ വേണ്ടി ഇന്നിപ്പോൾ 4 മണിയോട് കൂടി റാഫിദിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം വെള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. പരാതി എഴുതി നൽകണമെന്ന് റാഫിദിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. RSS ബന്ധം ആരോപിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്തയുടെ ഇരുവിഭാഗവും. RSSുമായി ഡീൽ ഉണ്ടാക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് സമസ്ത IK വിഭാഗത്തിന്റെ മുഖപത്രം സുപ്രഭാതത്തിലെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. വിമർശനത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമിക്ക് CPIM അനാവശ്യ ദൃശ്യത നൽകുന്നു എന്നാണ് സമസ്ത AP വിഭാഗത്തിന്റെ വാരിക റിസാലയിലെ വിമർശനം. കറുത്ത പാടുമായ്ക്കാൻ കഴിയാതെ ജമാഅത്തെ ഇസ്ലാമി പാടുപെടുന്നു എന്ന തലക്കെട്ടിൽ സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറയാണ് സുപ്രഭാതം പത്രത്തിൽ ലേഖനം എഴുതിയത്. സ്വന്തം സ്ഥാപകൻ മൗദൂദിയെ തള്ളിപ്പറയേണ്ട ഗതികേടിൽ ജമാഅത്തെ ഇസ്ലാമി ഒടുക്കം എത്തിയെന്ന ലേഖനത്തിൽ പറയുന്നു. മുസ്ലിം സമുദായം നേരത്തെ തന്നെ ഒരു പരിധിവരെ മൗദൂദിസത്തിന്റെ പൊള്ളത്തരങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ലേഖനത്തിൽ പറയുന്നു. സമാനമായ വിമർശനമാണ് സമസ്ത AP വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലെ ലേഖനവും പറയുന്നത്. AP വിഭാഗത്തിന്റെ റിസാല വാരികയിൽ CPIMനെ വിമർശിക്കുന്നുണ്ട്. ആരാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ദൃശ്യത നൽകുന്നത് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ മുസ്ലിം വിഭാഗത്തിൽ വലിയ പ്രാതിനിധ്യമില്ലാത്ത ജമാഅത്തിന് CPIM അനാവശ്യ ദൃശ്യത നൽകുന്നുവെന്നാണ് വിമർശനം. CPIMന്റെ രാഷ്ട്രീയ ലാഭം നോക്കിയുള്ള പ്രവൃത്തികൾ
കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് മുറിവേൽപ്പിക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ. വർഗീയ ശക്തികൾക്കെതിരായ വിമർശനം തുടരുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടിനെയും എതിരായ അതിശക്തിയായ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ടേക്ക് പോകുക. അതിൻ്റെ പ്രത്യാഘാതം ലീഗിലുണ്ടാവും, അതിൻ്റെ പ്രത്യാഘാതം കോൺഗ്രസിലുണ്ടാവും, അതിൻ്റെ പ്രത്യാഘാതം വിവിധ ജനവിഭാഗങ്ങളിൽ സമുദായ സംഘടനകളിലുണ്ടാവും. കാലങ്ങളായി സുന്നി വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നത് CPM-നും നേട്ടമാണ്. സമീർ ബിൻ കരീം, 24, തിരൂർ. മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള അധിക്ഷേപത്തിൽ പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെതിരെ CPIM ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. തൊഴിലെടുക്കുന്നവരെ അപമാനിക്കുന്ന നടപടി ശരിയല്ല എന്നായിരുന്നു പ്രധാന വിമർശനം. എന്നാൽ A. വിജയരാഘവനെ പിന്തുണയ്ക്കുകയും പറഞ്ഞതിൽ തെറ്റില്ല എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ നിലപാട്. ഇപ്പൊ ഈ പത്രാധിപന്മാരും ജനറേറ്റുണ്ട്. അങ്ങനെയാണ് പുതിയ കാല പത്രം എന്ന് പറഞ്ഞാൽ പത്രാധിപരില്ലാത്ത കാലമായി പോകും. അപ്പൊ ഈ മാപ്രകൾ അങ്ങനെ പറഞ്ഞുകൂടാ. ഈ നമ്മുടെ മാധ്യമങ്ങൾ എന്താ പറയുമല്ലോ, കേരളം ചോദിക്കാത്തോണ്ട് കിട്ടാണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിലെ പാവപ്പെട്ടവൻ എത്രമാത്രം എതിരാണ് നമ്മുടെ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളെന്ന് ഓരോ നിമിഷങ്ങളിലും അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അത് കേട്ട് ആഹ്ലാദിക്കല്ല, പക്ഷെ നിങ്ങളെ പേടിക്കുന്നില്ല എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയുമാണ്. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അധിക്ഷേപിച്ചുള്ള A. വിജയരാഘവന്റെ പരാമർശം. മാധ്യമപ്രവർത്തകരെ മാപ്രകളെന്ന് പലവട്ടം A. വിജയരാഘവൻ അധിക്ഷേപിച്ചു. തൊഴിലെടുക്കുന്നവരെ അപമാനിക്കുന്ന തരത്തിലുള്ള വിമർശനം ശരിയല്ലെന്നാണ് ഇന്നലത്തെ പ്രതിനിധി ചർച്ചയിൽ ഉയർന്ന പ്രധാന വിമർശനം. A. വിജയരാഘവന്റെ പരാമർശത്തെ CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ന്യായീകരിച്ചത് ഇങ്ങനെ. മാപ്ര എന്ന് പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയില്ല. പക്ഷെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ പ്രവർത്തകർ, അതിന്റെ ആദ്യത്തെ മാ, പിന്നെ പറ. മാധ്യമപ്രവർത്തകർ പരിഹാസം വരുന്നത്, മാധ്യമപ്രവർത്തകർ എങ്ങനെ പരിഹാസമാവുക? മാധ്യമപ്രവർത്തകർ മഹനീയമായൊരു ജോലിയല്ലേ. പോലീസിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്ന വിമർശനവും സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസും V. അബ്ദുറഹ്മാനും സ്വന്തം മണ്ഡലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് എന്നും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്നും തുടരും. സംസ്ഥാന വിഷയങ്ങൾ ഇന്നാകും കൂടുതൽ ചർച്ചയാവുക. സമീർ ബിൻ കരീം, 24, തിരൂർ. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് സ്വദേശികളായ ശോഭ എന്നിവരാണ് മരിച്ചത്. 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ ഉള്ള മറ്റുള്ളവരുടെ ആരോഗ്യനില എങ്ങനെ? വിജയകുമാർ, ഈ മലയാളി കുടുംബം മധുര ക്ഷേത്രത്തിലേക്ക് പോയി വരികയായിരുന്നു. അപ്പോൾ പുതുപ്പടി ഫ്ലൈ ഓവറിൽ വെച്ചായിരുന്നു ഒരു അപകടം ഉണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് കോൺക്രീറ്റ് ബാരിയറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ അത് മനസ്സിലാകും. കാരണം വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഥുൻ രാജ് എന്ന കോഴിക്കോട് സ്വദേശി മിഥുൻ രാജ് എന്ന യുവാവിന്റെ കുടുംബമാണ് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത്. 12 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. തിരുച്ചിറപ്പള്ളിയിലെ പുതിയ സ്ഥലത്തേക്ക് ഇയാൾ ജോലിക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അവിടെ കുടുംബവുമായി എത്തി ഒരു ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ഇതൊരു കേരള രജിസ്ട്രേഷൻ വാഹനം കൂടിയാണ്. ശോഭന എന്നീ 2 സ്ത്രീകളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. രാവിലെ ഉണ്ടായ അപകടമാണ്. നാട്ടുകാർ വളരെ പണിപ്പെട്ടാണ് ഇവരെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. 3 വയസ്സുകാരന് ഉൾപ്പെടെ പരിക്കേറ്റ് ചികിത്സയിലാണ്. 2 സ്ത്രീകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ദില്ലികളിൽ ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, മുണ്ടക്കൈ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ റവന്യൂ മന്ത്രി K. രാജൻ വയനാട്ടിലെത്തി. റവന്യൂ മന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗം കളക്ടറേറ്റിൽ തുടരുകയാണ്. ദുരന്തബാധിതരുടെ ആശങ്ക അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും നിലവിലേത് പ്രാഥമിക നടപടികൾ മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സ്ഥലം പരിമിതമാണ് എന്ന ആക്ഷൻ കൗൺസിലിന് നിലപാടുണ്ട്. അതിലും മന്ത്രിയുടെ പ്രതികരണമുണ്ടാകും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണല്ലോ. പുനരധിവാസവുമായി വന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ഇടവേളയും ഉണ്ടായിട്ടില്ല. ഇന്നലെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്രെയിം വർക്കായിട്ടുണ്ട്. ഇനി ആ ഫ്രെയിം വർക്കിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകേണ്ടതും കാണേണ്ടതും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് തുടർന്നുള്ള പ്രശ്നം. ഒരു തീരുമാനവും ഇരുമ്പുലയ്ക്കല്ല. ഇതെല്ലാം ഒരു ഫ്രെയിം വർക്കാണ്. ഭൂമിയിലേക്ക് കിടക്കുമ്പോഴാണ് ഇതിൻ്റെ കൃത്യത വരുത്താൻ വേണ്ടി കഴിയുക. അപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ഞങ്ങൾ
15 സെൻറ്റിലും 25 സെൻറ്റിലും 50 സെൻറ്റ് വരെ വീടുള്ള ആളുകളായിരുന്നു. പൂർണ്ണമായിട്ട് ആ സ്ഥലം ഉൾപ്പെടെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ സ്ഥലങ്ങളുള്ളത്. ദുരന്തം വന്ന് ഒഴുകിപ്പോയ സ്ഥലങ്ങളിൽ മറ്റു പ്രദേശത്ത് വാസയോഗ്യമല്ലാത്ത വീടുകൾ അവിടെ ഭൂമിയുണ്ട്. പക്ഷേ ഒഴുകിപ്പോയ ഇടങ്ങളിൽ ഇനി ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ആ 25 സെൻറ്റിലൊക്കെ താമസിച്ച ആളുകൾക്ക് 5 സെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞങ്ങളെ കൊണ്ടുപോയി കൊടുക്കുന്നതിന് തുല്യമാണത്. ആ ഒരു തീരുമാനം സർക്കാർ മാറ്റണം. ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് എൽസ്റ്റോൺ എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂള്, ഹോസ്പിറ്റൽ, കളിസ്ഥലം, അങ്ങനെ ഹെൽത്ത് സെൻറ്റർ, റേഷൻ കട, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്ന് ചുരുക്കി, സ്കൂളും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഉണ്ട്. അതെല്ലാം ചുരുക്കിക്കൊണ്ട് ഈ വീടിനുള്ള സ്ഥലം 5 സെൻറ്റ് എന്നുള്ളത് 10 സെൻറ്റ്, മിനിമം 10 സെൻറ്റിലേക്കെങ്കിലും കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസിന്റെ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ക്രൈംബ്രാഞ്ച്. 2 ബാങ്കുകളിലെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോഴിക്കോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പരിഗണനയ്ക്കെടുക്കും. SBI, കനറ ബാങ്ക് എന്നിവിടങ്ങളിലെ മുഹമ്മദ് ഷുഹൈബിന്റെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ഈ അക്കൗണ്ടുകളിലെ പണമിടപാടുകളുടെ വിശദാംശങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നുണ്ട്. 2 തവണ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും മുഹമ്മദ് ഷുഹൈബ് ഹാജരായിരുന്നില്ല. യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർക്ക് ചോദ്യം ചെയ്യാൻ 3 തവണ നോട്ടീസ് നൽകിയിട്ട് ഇവരും ഹാജരായിരുന്നില്ല. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരും മുഹമ്മദ് ഷുഹൈബും ഒളിവിലാണ്. അതേസമയം കോഴിക്കോട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നാളെ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഗൂഢാലോചന കുറ്റം ചുമത്തിയതിൽ അഡീഷണൽ റിപ്പോർട്ട് നൽകാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിച്ചേക്കും. 24 കോഴിക്കോട്. രാജ്യദ്രോഹ കേസിൽ അറസ്റ്റിലായ ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ബംഗ്ലാദേശ് കോടതി തള്ളി. 11 പേരടങ്ങുന്ന അഭിഭാഷക സംഘത്തിന്റെ വാദം കേട്ട ശേഷമാണ് ചിറ്റഗോങ് മെട്രോപൊളിറ്റൻ കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. രാജ്യദ്രോഹ കേസുമായി ബന്ധപ്പെട്ട് നവംബർ 25-ന് അറസ്റ്റിലായ ഇസ്കോൺ സന്യാസി ചിന്മോയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ബംഗ്ലാദേശിലെ ചാറ്റോഗ്രാം കോടതി തള്ളി. 11 അഭിഭാഷകരടങ്ങുന്ന സംഘത്തിന്റെ അരമണിക്കൂർ നീണ്ട വാദത്തിനു ശേഷമാണ് മെട്രോപൊളിറ്റൻ സെഷൻസ് ജഡ്ജ് ജാമ്യാപേക്ഷ തള്ളിയത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ചിന്മോയ് കൃഷ്ണദാസ് പ്രമേഹം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. എന്നാൽ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ആദ്യഘട്ടത്തിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ചിന്മോയ് കൃഷ്ണയുടെ അഭിഭാഷകനെ ഒരു കൂട്ടം ആളുകൾ വീട്ടിൽ കയറി ആക്രമിച്ചതായി ആരോപണമുയർന്നിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചു നടന്ന റാലിയിൽ ബംഗ്ലാദേശ് പതാകയെ അനാദരിച്ചു എന്നാരോപിച്ചാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ചിന്മോയ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെ തുടർന്ന് കോടതിക്ക് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ഒരു അഭിഭാഷകൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് 24. കർഷക സമരവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെ പഞ്ചാബ് സർക്കാരിനെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കർഷകരുമായി സമവായം പാടില്ല എന്ന് പഞ്ചാബ് സർക്കാർ നിലപാടെടുത്തു. സമരം അവസാനിപ്പിക്കാൻ കോടതി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നും കോടതി വിമർശിച്ചു. സമരം തടയണമെന്ന് കോടതി ആഗ്രഹിക്കുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ നിന്നാണ് നിതിൻ ചേരുന്നത്. നിതിൻ, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതി പരാമർശം? പഞ്ചാബ് സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളെ സുപ്രീം കോടതി പാടെ നിരാകരിക്കുകയാണല്ലോ, അല്ലേ? വിജയകുമാർ, എന്തായാലും സുപ്രീം കോടതി ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ വീണ്ടും സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പഞ്ചാബ് സർക്കാർ. പഞ്ചാബ് സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ച് തിങ്കളാഴ്ച വീണ്ടും സുപ്രീം കോടതി ഹർജി പരിഗണിക്കും. അതിന് മുന്നോടിയായി തന്നെ ഒരു സമവായത്തിലൂടെ സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെ പഞ്ചാബ് സർക്കാരിന് വലിയ തോതിൽ വിമർശനവും ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തും ഏൽക്കേണ്ടി വന്നു. സമരം അവസാനിപ്പിക്കാൻ കോടതി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വരുത്തി തീർക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. അതോടൊപ്പം തന്നെ കർഷകരുമായി സമവായം പാടില്ലെന്നാണ് പഞ്ചാബ് സർക്കാരിന്റെ നിലപാടെന്നും സുപ്രീം കോടതി എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ദല്ലേവാളിന്റെ ആരോഗ്യനില അത് മോശമായി തന്നെ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഖനൌരി അതിർത്തിയിൽ ഈ സമരപന്തലിലാണ് കർഷക നേതാവ് ദല്ലേവാൾ ഇപ്പോൾ നിരാഹാരം കഴിയുന്നത്. 37 ദിവസമായി നിരാഹാര സമരം ആരംഭിച്ചിട്ട് നമുക്കറിയാം, ഫെബ്രുവരി മുതൽ കർഷകർ ഈ ഖനൌരി അതിർത്തിയിൽ ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുകയാണ്. MSPക്ക് നിയമപരമായ ഉറപ്പ്, അതോടൊപ്പം തന്നെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകരുടെ സമരം ഇവിടെ തുടരുന്നത്. എന്തായാലും കൂടുതൽ കർഷകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരു പോലീസ് നടപടിയിലേക്ക് പോയാൽ അത് ക്രമസമാധാനത്തിനടക്കം വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ സമവായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സർക്കാർ അടക്കം ശ്രമിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ പഞ്ചാബ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. സമവായത്തിനുള്ള ശ്രമം തുടരുന്നു
എന്നാണ് പഞ്ചാബ് സർക്കാർ ഇന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് കരുതി നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്നില്ലതാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമരം തടയാൻ കോടതി ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സമരം തടയണമെന്ന് കോടതി ആഗ്രഹിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഒത്തുതീർപ്പാക്കാൻ ആത്മാർത്ഥമായ സമീപനം പഞ്ചാബ് സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന വിമർശനവും കോടതി ഇന്ന് ഉന്നയിക്കുകയും ചെയ്തു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഖനൌരിയിൽ നിന്ന്. സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 80,000-ഓളം പേരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെയാണ് സ്പെഷ്യൽ പാസ് നിർത്തിയത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്ന ശേഷമുള്ള ആദ്യ 2 ദിനവും 1,00,000-ന് മുകളിലായിരുന്നു ദർശനം നടത്തിയവരുടെ എണ്ണം. എന്നാൽ ഇന്നലെ 80,000-ഓളം പേരാണ് 18-ാം പടി കടന്ന് തൊഴുതു മടങ്ങിയത്. പ്രവൃത്തി ദിനമായതും തിരക്ക് കുറയാൻ കാരണമായി. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉച്ചയ്ക്ക് ശേഷം മല കയറുന്ന തീർത്ഥാടകർ വിരിവെച്ച് സന്നിധാനത്ത് തുടരുന്നതിനാൽ രാത്രി സമയങ്ങളിൽ 5 മുതൽ 10 മണിക്കൂർ വരെ ക്യൂ നിന്ന ശേഷമാണ് ദർശനം സാധ്യമാവുന്നത്. എന്നാൽ പകൽ സമയങ്ങളിൽ സുഗമമായി ദർശനം സാധ്യമാവുകയും ചെയ്യുന്നു. തിരക്ക് നിയന്ത്രണം കൈവിടുന്ന സാഹചര്യത്തിലാണ് സ്പെഷ്യൽ പാസ് നിർത്തിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പോലീസ് നിരന്തരമായി ഞങ്ങളോട് പറയുന്നുണ്ട്, ഇത് നമുക്ക് പരിധി വിട്ട് പോവുകയാണ്, നിലവിലുള്ള ഒരു അന്തരീക്ഷത്തെ കൂടി തകർക്കുന്ന മട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലത്തേക്ക് ആ ഒരു പാസ് ഇപ്പോൾ നിർത്തിവെച്ചു. അതൊരു പ്രവേശനമുണ്ട്, പക്ഷേ സ്പെഷ്യൽ പാസ് കൊടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ സമാധാനം നമുക്കൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം പോലീസുമായിട്ട് ആലോചിച്ച് അത് പിന്നീട് തീരുമാനമെടുക്കാം. 5,000 പേർക്ക് സ്പെഷ്യൽ പാസ് നൽകാൻ തീരുമാനിച്ചെങ്കിലും 20,000-ത്തിലധികം പേരാണ് സന്നിധാനത്തെത്തിയത്. ഇന്നും 80,000-ഓളം തീർത്ഥാടകരെയാണ് സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. 24 സന്നിധാനം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശാന്തിഗിരി ഫെസ്റ്റിൽ എത്തുന്നവരെ വിസ്മയിപ്പിക്കാൻ ഇനി മുതൽ റോബോട്ടിക് ഷോയും. റോബോട്ടിക് ഷോയുടെ ഉദ്ഘാടനം മുഹമ്മദ് ഷാഫി IPS നിർവഹിച്ചു. മേള അവസാനിക്കുന്നതുവരെ കുട്ടികൾക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ശാന്തിഗിരിയിലെത്തുന്നവർക്ക് ഇനി മുതൽ റോബോട്ടിക് ഷോയും ആസ്വദിക്കാം. റോബോട്ടിക് ഷോയുടെ ഉദ്ഘാടനം മുഹമ്മദ് ഷാഫി IPS നിർവഹിച്ചു. ഉദ്ഘാടനം ചെയ്യുന്നതിനായി K. മുഹമ്മദ് ഷാഫി IPS SP ഓഫ് ഇക്കണോമിക് ഓഫൻസ് വിംഗ് എറണാകുളം റേഞ്ച് അദ്ദേഹം നമ്മുടെ റോബോട്ട് വേൾഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. പലയിനം റോബോട്ടുകളും 3D പ്രിന്റിംഗും ഉൾപ്പെടെ ഒരു പിടി കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹ്യൂമനോയിഡ് റോബോയും പിന്നെ ഈ പറഞ്ഞ റോബോട്ടിക് ഡോഗുകളും എയുടെ എങ്ങനെയാണ് കുട്ടികൾക്ക് കൊണ്ട് അതിൻ്റെ എന്താണ് അവരൊരു 2-3 വർഷം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ള അവർക്ക് കണ്ട് മനസ്സിലാക്കാനും അവർക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യാനും പറ്റും. അതായത് നിങ്ങൾ കണ്ട പോലെ കുഞ്ഞു റോബോട്ട്സിനെ ഇവിടെ നിന്ന് അസംബിൾ ചെയ്യാം, അവർക്ക് ഇവിടെ ഗെയിം പ്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3D പ്രിൻറ്റിംഗ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ അവർക്ക് തന്നെ ഒരു ചെറിയ ടോയ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ മികച്ച ഉദ്യമമെന്ന് മുഹമ്മദ് ഷാഫി IPS. റോബോട്ട് കൊള്ളാം, കാരണം തീർച്ചയായിട്ടും ഇനി ഉള്ള പുതിയ ബീറ്റ ജനറേഷൻ ഇന്നലെ തുടങ്ങി. ബീറ്റ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിനേക്കാൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് AEയെയും അതുപോലെ തന്നെ ടെക്നോളജിയുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു മാറ്റമാണ്. ആദ്യമായി റോബോട്ടുകളെ കണ്ട കുട്ടികളും ഹാപ്പി. നല്ല രസമുണ്ട്, ഇത് ഇഷ്ടമുണ്ട്. ഇത് എനിക്ക് വീക്കെ കൊണ്ടാണ് ഇത്. ഇതെന്താ ഈ കള്ളന്മാരൊന്ന് പിടിക്കും. അതേസമയം കുട്ടികൾക്കുണ്ടായിരുന്ന സൗജന്യ പ്രവേശനം മേള അവസാനിക്കുന്ന ജനുവരി 19 വരെ നീട്ടി. ഡിസംബർ 20-ന് തുടക്കമായ മെഗാ ഫ്ലവർ ഷോയിൽ ഇതിനകം സന്ദർശകരുടെ വൻ തിരക്കാണ്. മഞ്ഞിൻ താഴ്വരയും അരയന്നങ്ങളുടെ വീടും പക്ഷി സങ്കേതവുമൊക്കെ കാണികളുടെ മനം കവരുന്ന കാഴ്ചകളായി മാറിക്കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.